ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിന്ന് പഴം വെച്ചൊരു കട്ട്ലേറ്റ് ഉണ്ടാക്കിയാലോ. നമ്മളിന്നും എരിവൊക്കെ ഉള്ള കട്ട്ലേറ്റ് അല്ല, അപ്പോൾ ഇന്ന് മധുരമുള്ള ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം അതിനായിട്ട് 2 പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരുപാട് പഴുത്ത പഴം എടുക്കണ്ട, പഴുപ്പായി വരുന്ന പഴം എടുത്താൽ മതി. നമുക്കത് പുഴുങ്ങ ആവി കയറ്റി എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒരുപാട് പഴുത്ത പഴമാകുമ്പോൾ ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോവും. ഇത് കുറച്ചൊരു അധികം പഴുക്കാത്ത പഴമാകുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു ഇതിലെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇങ്ങനെ കുഴയൊന്നുമില്ല. നന്നായിട്ട് ഉടച്ചെടുക്കുമ്പോൾ നല്ലൊരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടും. അപ്പോൾ പഴമെല്ലാം ഇവിടെ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ പഴം നമുക്കൊന്ന് ഉടച്ചെടുക്കാം. നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഒന്ന് ചൂടൊക്കെ ആറിയതിന് ശേഷം ഉടച്ചെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ടെക്സ്ചറിൽ കിട്ടണം. അപ്പോൾ നമുക്കത് കുഴച്ചെടുക്കുമ്പോഴൊക്കെ ഇങ്ങനെ വെള്ളം കൂടിയ ഒരു ഇതുപോലെ ഉണ്ടാവില്ല. എപ്പോഴും ഇങ്ങനത്തെ റെസിപ്പിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അധികം പഴുക്കാത്ത പഴം എടുക്കുന്നതാണ് നല്ലത്. നമുക്കിതിനൊരു ഫില്ലിങ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു പഴം നിറച്ചതിൻ്റെ റെസിപ്പി പോസ്റ്റ് ചെയ്തിരുന്നു. അതിൻ്റെ സെയിം ഫില്ലിങ് തന്നെയാണ് ഇതിനും. ആ ഫില്ലിങ് തന്നെയെന്ന് പറയാം. അത് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഏതെങ്കിലും റെസിപ്പി ഉണ്ടാക്കാം. അങ്ങനെയാണ് ഞാൻ ഈ പഴം വെച്ചുള്ള കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത്. അത് വെറുതെ തിന്നാൻ നല്ല ടേസ്റ്റാണ്, പക്ഷേ ഞാനത് വെച്ചിട്ട് റെസിപ്പി ഉണ്ടാക്കിയെന്ന് മാത്രം. അപ്പോൾ നമുക്ക് ഒരു പാനിൽ നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് കാഷ്യൂ ചെറുതായി നുറുക്കിയത് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എത്രത്തോളം മധുരം വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കുറവ് വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമ്മുടെ ഫില്ലിംഗ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചറിൽ എടുത്താൽ മതി. ഞാൻ ചട്ടിയിൽ തന്നെ വെച്ചതുകൊണ്ട് കുറച്ചൊന്ന് കളറ് ഒന്ന് മാറി, തേങ്ങ ഒന്നുകൂടെ മുരിഞ്ഞു പോയി. എന്നാലും ടേസ്റ്റിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയും ആക്കണ്ട, ചൂടുള്ള ചട്ടിയിൽ നിന്ന് ഒന്ന് മാറ്റി വെക്കാം. അതാണ് കളർ ഇങ്ങനെ ആയത്. പക്ഷേ ടേസ്റ്റ് വൈസ് ഓക്കെ ആയിരുന്നു. അപ്പം നമ്മൾ നേരത്തെ ഉടച്ചു വെച്ച പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം, തേങ്ങയും പഴമൊക്കെ കൂടിയിട്ട്. നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് കറക്റ്റ് ആ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് കൈ വെച്ച് നന്നായിട്ട് എല്ലാം ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചെടുക്കാം. നമുക്കതൊരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കാം. അപ്പം ഞാനിങ്ങനെ റൗണ്ട് ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. നമുക്കൊരു പാത്രത്തിൽ കുറച്ച് മൈദ കലക്കിയെടുക്കാം. കുറച്ച് ലൂസായിട്ട്, നല്ല കട്ടിയിലല്ല, കുറച്ച് ലൂസായിട്ട് കലക്കിയെടുക്കാം. എന്നിട്ട് നമുക്കത് ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കാം. മുട്ട വേണമെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഞാൻ മൈദയുടെ മിക്സാണ് ഉപയോഗിക്കുന്നത്. മുട്ടയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒരു പാനിൽ എണ്ണ വെച്ച് അത് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഓയിലാണ് ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമുക്ക് ഓരോ കട്ട്ലേറ്റായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി ഒരു സൈഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കട്ട്ലേറ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 സൈഡും നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കത് എണ്ണയിൽ നിന്ന് എടുക്കാം. അപ്പോൾ എല്ലാ കട്ട്ലേറ്റും നമുക്കിതുപോലെ പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പഴം കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നല്ല ടേസ്റ്റാണ്. എന്നും കഴിക്കുന്ന കട്ട്ലേറ്റിൽ നിന്നൊരു വ്യത്യാസമായിട്ടുള്ള ടേസ്റ്റാണ്. അധികം പഴുക്കാത്ത പഴം എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ളിൽ ഭയങ്കര സോഫ്റ്റാണ്.